മോണാലിസയുടെ വിവാഹത്തിൽ തെളിവ് ശേഖരണം നടത്തി മധ്യപ്രദേശിലെ SC/ST കമ്മീഷൻ. വിവാഹം നടന്ന അരുമാനൂർ ക്ഷേത്രത്തിലടക്കം പരിശോധന നടത്തി. മോണാലിസയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് തെളിവെടുപ്പ് നടന്നത്. വിവരങ്ങളുമായി ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശാലിനി, കൃത്യമായ ഒരു നടപടി മധ്യപ്രദേശിൽ ഉണ്ടാകുന്നുണ്ട്. മാതാപിതാക്കളുടെ പരാതിയിൽ എന്തായാലും SST കമ്മീഷൻ കേരളത്തിലെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തി തെളിവ് ശേഖരണം നടത്തുന്നു, വിവരശേഖരണം നടത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എവിടെ എത്തി നിൽക്കുന്നു നടപടികൾ? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് SC/ST കമ്മീഷന് മുൻപാകെ മൊണാലിസയുടെ കുടുംബം, പിതാവും മാതാവും നൽകിയിട്ടുള്ള പരാതിന്മേലാണ് ഇപ്പോൾ SC/ST കമ്മീഷൻ നേരിട്ട് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഈ വിവാഹം നടന്ന അരുമാനൂർ ക്ഷേത്രത്തിലെത്തി വിവരശേഖരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ഷേത്ര ജീവനക്കാർ, ഭാരവാഹികൾ അടക്കമുള്ളവരിൽ നിന്ന് വിവരശേഖരണം നടത്തി തെളിവുകൾ ശേഖരിച്ചു. കൂടാതെ തന്നെ വിവാഹം അവിടെ നടത്തുന്നതിന് ആവശ്യമായി നൽകിയിട്ടുള്ള രേഖകൾ, അത് ജനന സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ ആധാർ രേഖകൾ അടക്കമുള്ള ചില രേഖകൾ അവിടെ നൽകിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളും ഈ കമ്മീഷന്റെ അംഗങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണം ഒരു പ്രത്യേക രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് മധ്യപ്രദേശ് സർക്കാരിന്റെയും മധ്യപ്രദേശ് പോലീസിന്റെയും അന്വേഷണം മറുഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം അത് ആ സംസ്ഥാനത്തിന് പുറത്ത് നടക്കുമ്പോൾ അതിൽ പ്രായപൂർത്തിയാകാതെയാണ് വിവാഹം നടന്നതെന്ന് മാതാപിതാക്കളുടെ തന്നെ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ അന്വേഷണം SC/ST കമ്മീഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ജനന സർട്ടിഫിക്കറ്റ് രേഖകൾ അടക്കം പുറത്തു വന്നത്. അസൽ ജനന സർട്ടിഫിക്കറ്റിലടക്കം ഈ പെൺകുട്ടി 2009 ഡിസംബർ 30-നാണ് ജനിച്ചത് എന്നുള്ളതാണ് രേഖ. പക്ഷേ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ വ്യാജമായി നിർമ്മിച്ചപ്പോൾ അതിൽ 2008-ലാണ് എന്ന് വരുത്തി പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞു എന്ന രീതിയിലായിരുന്നു പിന്നീട് വിവാഹം നടത്തുകയും ചെയ്തത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കൂടാതെ തന്നെ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയും MPയുമായ A. റഹീം അടക്കമുള്ളവരാണ് ഒരു നവോത്ഥാനത്തിന്റെ പേരിൽ ലവ് ജിഹാദ് സ്വഭാവത്തിന് സമാനമായ രീതിയിൽ ഈ ഒരു വിവാഹം നടത്തിയത്. പക്ഷേ നവോത്ഥാനത്തിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ പോലും ലവ് ജിഹാദ് സ്വഭാവം വിവാഹത്തിനുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പരാതിയുമായി രംഗത്തെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് VHPയുടെ അടക്കമുള്ളവരുടെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അന്വേഷണം ഇപ്പോൾ വേഗത്തിൽ പോകുന്ന. വരും ദിവസങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശ് പോലീസും കേരളത്തിലേക്ക് എത്താനും ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുമുള്ള സാധ്യതകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ ശരിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടത് നേതാക്കൾ ചുക്കാൻ പിടിച്ച് നടത്തിയ കല്യാണമാണ് ഇത് എന്നുള്ളതും നമുക്ക് മുന്നിലുള്ള വസ്തുത തന്നെയാണ്. മന്ത്രി V. ശിവൻകുട്ടി ആയിക്കോട്ടെ, A. റഹീം MP ആയിക്കോട്ടെ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആയിക്കോട്ടെ, ഇവരുടെ സാന്നിധ്യത്തിൽ നടന്ന വിവാഹമാണ്. ഇത് എത്രത്തോളം നേതാക്കൾക്ക് കുരുക്കാകും? രാഖി, തീർച്ചയായും കുരുക്കാകുമെന്നുള്ളതിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിവാഹം നടത്തിക്കൊടുക്കുമ്പോൾ അത് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണോ, അതിന്റെ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ഈ വിവാഹം നടത്തിയവർക്കുണ്ട്. പക്ഷെ അതൊന്നും കാര്യമായി പരിശോധിച്ചില്ല, പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. എന്തായാലും സംസ്ഥാനത്ത് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആ വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട നടത്തിപ്പിൽ പെടുമെന്നുള്ളതിൽ സംശയമില്ല. എന്നാലും മധ്യപ്രദേശ് പോലീസ് കൂടി ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുകയാണ് എങ്കിൽ വലിയ രീതിയിലുള്ള നടപടികൾ മൂവരും നേരിടേണ്ടതായിട്ട് വരും. ക്ഷേത്ര ജീവനക്കാരും ഭാരവാഹികളും നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതിൽ സംശയമില്ല. വ്യാജരേഖ ചമയ്ക്കൽ, ഒപ്പം തന്നെ പോക്സോ വകുപ്പുകൾ പ്രകാരവും ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരവുമായിരിക്കും ഈ പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇതിന് ചുക്കാൻ പിടിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിയുന്ന. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന, വെല്ലുവിളി ഉണ്ടാക്കുന്ന നടപടികളാണ് ഇപ്പോൾ SC/ST കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ മധ്യപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശരി ശാലിനി, മോണാലിസയുടെ വിവാഹത്തിൽ തെളിവ് ശേഖരണം നടത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ SC/ST കമ്മീഷൻ. വിവാഹം നടന്ന അരുമാനൂർ ക്ഷേത്രത്തിലടക്കം പരിശോധന നടന്നിട്ടുണ്ട്. മോണാലിസയുടെ മാതാപിതാക്കളുടെ പരാതിയിന്മേലാണ് നടപടികൾ ഉണ്ടാകുന്നത്.